ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 146. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 88 മന്ത്രങ്ങളാണ്. അതിൽ 6 മന്ത്രങ്ങളുണ്ട്. അതിലെ ദേവതയും മരുത്തുക്കളാണ്. മരുത്തുക്കൾ എന്താണെന്ന് നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. ഈ ലോകം എന്ന് പറയുന്നത് 7 ലോകങ്ങൾ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് 7 ലോകങ്ങൾ കൂടിയതാണ്. 7 ലോകം എന്നത് ഓരോന്നും ഒരു ഗോള രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 7ഉം വേറൊരു വലിയ ഗോളത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ നടുവിലൊരു ഗോളം, അതൊരു ലോകം. അതിൻ്റെ ചുറ്റുമായിട്ട് 6 ഗോളങ്ങൾ, അത് 6 ലോകം. അങ്ങനെയാണ് 7 ലോകം. ഇതുപോലെ ഇതാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ ഇങ്ങനെ 7 ഉണ്ട്. നടുവിലൊന്നും ചുറ്റുമായിട്ട് ഇതൊരു ബോൾ മാതിരിയാണ്. വലിയ പ്രപഞ്ചം ഒരു ഗോളം മാതിരിയാണ്. അല്ല, നടുവിലൊരു വലിയ ഗോളും അതിന് ചുറ്റും 6 ഗോളങ്ങൾ. അങ്ങനെ അതാണ് ഈ 7 ലോകം. ഈ ഓരോന്നിൻ്റെ അകത്ത് എന്നുണ്ട് അത് എന്ന് പറയുന്നത് വേറെ 7 ലോകങ്ങൾ, ഗോളങ്ങൾ പോലെയുള്ളത് കൂടിയതാണ്. ഈ ഓരോന്നും 7 ഗോളങ്ങൾ കൂടിയതുപോലെയുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 7ലും 7 × 7 49 മരുത്തുക്കൾ. അതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ നടുവിലുള്ള ലോകത്തിൻ്റെ അതിലുള്ള 7 മരുത്തുക്കളിൽ നടുവിലുള്ളതിൻ്റെ ഇപ്പുറമുള്ള ഒന്നിലാണ് നമ്മളെ ലോകം വരുന്നത്. ഇതാണ് നമ്മുടെ മരുത്ത് എന്ന് വെച്ചോളൂ. ഇത് നടുവിൽ, അതിൻ്റെ പുറത്തുള്ള ഒന്നിലാണ് ഇത്. നമ്മളത് ചിന്തിച്ചാൽ ഇതിൽ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളിലെ ഒരു നക്ഷത്രത്തിലെ ഗോളമാണ് ഭൂമി. അതിലാണ് നമ്മളുള്ളത്. ഇത് ഓരോന്നും സ്വയം കറങ്ങുന്നുണ്ട്. ഇപ്പം ഭൂമി സ്വയം കറങ്ങുന്നതിനെ പറ്റി മറ്റുള്ളതിൻ്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഓരോ ഭ്രമണപഥത്തിൽ, അതിന് നിശ്ചയിച്ച ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം കറങ്ങുന്നുണ്ട്, വട്ടത്തിൽ കറങ്ങുന്നുണ്ട്, ഇതെല്ലാം കൂടി കറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ മുഴുവൻ ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഭൂമിയും പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട്. ഏകദേശം ഒരുപാട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ അപ്പുറം എന്താണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു വലിയ പ്രോബ്ലം, അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് പ്രപഞ്ചഘടന. ശാസ്ത്രലോകം കൂടിയും മനസ്സിലാക്കാത്തത്. അപ്പോൾ ഈ മരുത്തുക്കൾ എന്ന് പറയുന്നത് 49 എണ്ണമാണ്. അതെല്ലാം കറങ്ങിയാണ്. അപ്പം അങ്ങനെ കറങ്ങുന്നതനുസരിച്ച് അത് ഭൂമിയോട്, നമ്മളുള്ള മരുത്തോട്, നമ്മളൊരു മരുത്തിലാണുള്ളത്, അതിലുള്ള ഭൂമിയോട് അടുക്കുകയോ അകലെയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് നമ്മുടെ ജീവിതക്രമത്തെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഇങ്ങനെ കലിയുഗങ്ങളെല്ലാം ഉണ്ടാകും. നമ്മൾ മഴക്കാലം, ഉഷ്ണകാലം ഉണ്ടാകുന്നത് ഭൂമി സൂര്യനെ ചുറ്റുന്ന പോലെയാണ്. അതേസമയം കൃതയുഗം, ത്രേതായുഗം എല്ലാം ഉണ്ടാകുന്നത് ഈ കറക്കത്തിനനുസരിച്ചാണ്. ഈ കറക്കത്തിനനുസരിച്ചാണ് നമ്മളെ ഭൂമിയിൽ മഴ പെയ്യുന്നത്. ആകാശത്തിലെ മേഘങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതം എല്ലാം, നമ്മൾ കൃതയുഗത്തിൽ, ത്രേതായുഗത്തിൽ ഓരോന്നിലും നമ്മൾ ഓരോ തരത്തിലല്ല ജീവിക്കുന്നത്. ജീവിത ശൈലിയിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഈ മരുത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിത ശൈലി, ജീവിതം എല്ലാം ഓരോ കാലഘട്ടത്തിലും മരുത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടു. നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് സൂര്യനുമായിട്ട് മാത്രമാണ്. അതൊന്നുമല്ല, എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ നോക്കുന്നത്. ഋഷി ഗൗതമനാണ്. അപ്പം നമുക്ക് 1ാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1
സൂക്തം 88-1. ഋഷി ഗൗതമൻ ദേവതാ മരുത്തുകൾ. ഛന്ദസ് പങ്ക്തി. ആ വിദ്യുത്മദ്ഭിർമരുത സ്വർഗൈ രഥേഭിർയാതഃ ദൃഷ്ടിമദ്ഭിർ അശ്വപർണൈഃ ആവർഷിഷ്ഠയാന ഇഷാവയോന പപ്തതയാസുമായാഃ. മരുത്തുക്കൾ മിന്നുന്ന ആയുധങ്ങളുമേന്തി പറക്കുന്ന അശ്വങ്ങളെ രഥത്തിൽ കെട്ടിവരുന്നു. അവരുടെ ബുദ്ധി മംഗളം നൽകുന്നതാണ്. വളരെയധികം അന്നവുമായി ഞങ്ങളെ പ്രാപിക്കണമേ. മരുത്തുക്കളോട് പറയുന്നതാണ്, നിങ്ങൾ മിന്നുന്ന ആയുധങ്ങളുമേന്തി. എന്തുകൊണ്ടാണ് മിന്നുന്ന ആയുധം? ഇത് സഞ്ചരിക്കുമ്പോൾ ഭൂമിയോടെല്ലാം അടുക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ആകർഷണബലം. അതാണ് മിന്നുന്ന ആകർഷണബലം. ആകർഷണബലം കൊണ്ട് ചിലപ്പം ഭൂമിയിലുള്ള പാറകളെല്ലാം ഇടിഞ്ഞു വീഴും, ജലം ഉയരും, ഇങ്ങനെയെല്ലാം ആകുന്നുണ്ട്. അതാണ് അതിൻ്റെ ആയുധം. അതുകൊണ്ടാണ് മിന്നുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ, മിന്നുന്ന എന്ന് പറഞ്ഞാൽ അത്രയും ആകർഷണബലം അത് പ്രയോഗിക്കുന്നുണ്ട്. ആയുധങ്ങളും എഴുതിയിട്ടാണ് അത് പറക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വങ്ങളെ രഥത്തിൽ കൂട്ടുക. അശ്വം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കുതിര ശക്തിയായിട്ട് കാണണം, ബലമായിട്ട് കാണണം. അപ്പം കുതിരയിൽ രഥത്തിൽ കൂട്ടിയിട്ടാണ് അതിങ്ങനെ വരുന്നത്, ബലത്തോടു കൂടിയാണ്. ആ ബലം കൊണ്ടാണ് നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നത്. പാറകളെല്ലാം ചിലപ്പോൾ ഭൂമി കുലുക്കെല്ലാം ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി മംഗളം ചെയ്യുന്നതാണ്. അതായത് അതിൻ്റെ ബുദ്ധിയാലാണ് ലോകത്തിൽ പലതരം സിസ്റ്റംസ് ഉണ്ടാകുന്നത്. നാം നേരത്തെ പറഞ്ഞ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരം, ഇങ്ങനെ ലോകം മുന്നോട്ടേക്ക് പോകുന്നത് ഇവയുടെ ബുദ്ധിയാലാണ് എന്ന് പറഞ്ഞാൽ, ഇവ നമ്മുടെ അതിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് സ്വാധീനിച്ചിട്ടാണ് നമ്മുടെ ജീവിത രീതിയെല്ലാം മുന്നോട്ടേക്ക് പോകുന്നത്. വളരെയധികം അന്നം തരണേ എന്ന് പറയുകയാണ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നല്ല മഴകൾ ഉണ്ടാകുന്നതും. മഴയുണ്ടാകുമ്പോൾ ഉണ്ടാവും, കൃഷിയെല്ലാം നല്ലോണം നന്നാവും, അന്നങ്ങൾ യഥേഷ്ടം ഉണ്ടാകും. അത് നാശവും ചെയ്യുന്നുണ്ട്. അതോട് പറയുകയാണ്, നമുക്ക് നല്ല അന്നങ്ങളെല്ലാം തരണേന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ടായി, നല്ല സീസൺ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം മരുത്തുക്കളുടെ ചലനവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 88-2. തേരുണേഭിർവരമാപി ശങ്കൈ ശുഭേകം യാന്തി രഥതൂർഭിർശ്വൈഃ രുക്മോന ചിത്ര സ്വധിതീർവാൻ പവ്യ രഥസ്വജം ഖനന്ദഭൂമാ. വിജയാശയോടുകൂടി അശ്വങ്ങളെ പായിച്ചു കൊണ്ടുവരുന്ന മരുത്തുക്കളുടെ രഥം സ്വർണവർണ്ണത്തോടു കൂടിയതാണ്. അവർ ആയുധധാരികളാണ്. ആ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ കുറ്റിക്കാലുകളാൽ ഭൂമി ഞെരുക്കപ്പെട്ടു. വിജയം ചിന്തിച്ചുകൊണ്ടാണ് അത് അശ്വങ്ങളെ പൂട്ടിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന് പറയാം. വിജയം നേടുന്നതിന് അതിനൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ചലനമനുസരിച്ചാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. ഓരോ യുഗങ്ങൾ കടന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ധർമ്മമാണത്, അതിൻ്റെ കർമ്മമാണത്. അപ്പോൾ അതിൽ വിജയം അത് വിചാരിക്കുന്ന മാതിരി തന്നെ ലോകം മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് അത് വിജയം പ്രതീക്ഷിച്ച് തന്നെയാണ് അവരുടെ രഥങ്ങളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് സ്വർണ്ണരഥത്തോടു കൂടിയാണ്. അതിൻ്റെ നിറം സ്വർണം പോലെ തിളങ്ങുകയാണ്. കാരണം സൂര്യനെക്കാട്ടിയും ഭയങ്കരന്മാരാണ്. സൂര്യൻ എന്ന് പറയുന്നത് തന്നെ ഒരു മരത്തിലുള്ള കോടിക്കണക്കിൽ നക്ഷത്രങ്ങളിൽ ഒന്നാണ്. അപ്പം സൂര്യൻ്റെ പ്രഭയായിട്ട് താരതമ്യപ്പെടുമ്പം മരുത്തുക്കൾ സ്വർണ്ണ വർണ്ണത്തോടു കൂടി അത് സഞ്ചരിക്കുകയാണ്. നിങ്ങൾ ആയുധധാരികളാണ്. അതിൻ്റെ ബലം സൂര്യനെക്കാട്ടി എത്രയോ മടങ്ങ് ബലമാണ് അത് നമ്മിലെല്ലാം പ്രയോഗിക്കുന്നത്. ആ രഥത്തിൻ്റെ കുറ്റിക്കാലുകളാൽ ഭൂമി ഞെരുക്കപ്പെടുന്നുവെന്ന്. ആ രഥത്തിൻ്റെ കാലുകളാൽ എന്ന് പറഞ്ഞാൽ അത് ബലം പ്രയോഗിക്കുന്നത് തന്നെയാണ് കാല് എന്ന് പറയുന്നത്. ആ ബലം പ്രയോഗിക്കുമ്പോൾ ഭൂമി എന്തായി പോകുന്നുണ്ട്? ഞെരിഞ്ഞു പോകുന്നുണ്ട്. ആ മരുത്തുക്കൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മരുത്തിനടുത്തേക്ക് വരുമ്പോൾ നമ്മളെ
അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റിയെല്ലാം മുമ്പ് പറഞ്ഞു തന്നെയാണ്. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 88 3 ഷിയേ കംവോ അധി തനൂഷു വാശിർമേധാവനാന കൃണുവന്ത ഊർധ്വാ യുഷ്മഭ്യം കം മരുതസ്സു ജാതാസ്തു വിദ്യുംനാസോ ധനയന്തേ അദ്രിം. മരുദ്ഗണങ്ങൾ ആയുധങ്ങളാൽ സുശോഭിതരായി യജ്ഞങ്ങളെ വൃക്ഷങ്ങൾക്ക് തുല്യം ഉയർത്തുന്നു. അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി സോമമിടിക്കുന്ന കല്ല് ശബ്ദമുണ്ടാക്കുന്നു. മരുത്തുക്കളോട് പറയുകയാണ്, നിങ്ങൾ വൃക്ഷങ്ങൾക്ക് സമാനം ഉയർത്തുവിൻ. വൃക്ഷങ്ങൾ അങ്ങ് ഉയർന്നു പോകുന്നത് പോലെ ഞങ്ങളെ ഉയർത്തുവിൻ എന്ന് പറഞ്ഞാൽ അത് മുകളിൽ നിന്ന് ആകർഷിക്കുമ്പോഴാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. ആ യജ്ഞങ്ങളിലൂടെ നമ്മൾ ഉന്നതി പ്രാപിക്കട്ടെ. സൂര്യൻ്റെ ആകർഷണം കൊണ്ടാണ് ചെടികൾ മുകളിലേക്ക് വരുന്നത്. അതുപോലെ മരുത്തുക്കളും നമ്മളെ പിടിച്ച് യജ്ഞങ്ങളെ ഉയർത്തുന്നുണ്ട്, നമ്മളെ യജ്ഞത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യജ്ഞങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പുരോഗതി നേടുന്നത്. ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ പുരോഗതി നേടി പോവുകയാണ്. അവയുടെ ആയുധം എന്ന് പറഞ്ഞാൽ ആകർഷണ ബലം തന്നെയാണ്. നിങ്ങളെ ആകർഷിക്കുന്നതിന് നമ്മൾ കല്ലുകൊണ്ട് സോമം ഇടിക്കുകയാണ്. അതായത് കല്ലുകൊണ്ട് സോമം ഇടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ആ ശക്തിക്ക് വേണ്ടിയാണ്. ആ ശക്തിയുടെ പ്രേരണയാലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മൾ കാണുന്നത് ചന്ദ്രനും സൂര്യനും മാത്രമാണെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെപ്പോലും നമ്മൾ കാണുന്നില്ല. ഈ മരുത്തിനെ ഒട്ടും കാണുന്നില്ല. പക്ഷേ പ്രത്യേകം പറയുകയാണ്, ഇവരെല്ലാം നിസ്സാരന്മാരാണ്. ഇവരെക്കാട്ടിയും വലിയ ശക്തി വിശേഷമുള്ള മരുത്തുക്കൾ മുകളിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 88 4 അഹാനി ഗൃത്ര പര്യാവ ആഗൂരിമാംധിയം വാർക്കായാം ച ദേവീം ബ്രഹ്മകൃണന്തോ ഗോതമാസോ അർക്കൈർ ഊർധം നുനുദ്ര ഉത്സധിം പിബധ്യൈ. മരുത്തുക്കൾ സ്തുതികൾ ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ശുഭദിനങ്ങൾ എത്തിയിരിക്കുന്നു. ഗൗതമന്മാരാൽ സ്തുതിക്കപ്പെടുന്നവരോടുകൂടി പാനം ചെയ്യുന്നതിന് വേണ്ടി മേഘരൂപമായ കൂപം യജ്ഞകർമ്മദ്വാര മുകൾ ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. മരുത്തുക്കളോട് പറയുകയാണ്, നിങ്ങൾ സ്തുതികൾ ഇഷ്ടപ്പെടുന്നവരാണ്. സ്തുതികൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം മരുത്തുക്കൾ മഴ പെയ്യിക്കാൻ പ്രേരിപ്പിക്കും. ആ മഴ വേഗത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്ത് ചെയ്യാം? യജ്ഞങ്ങൾ ചെയ്യാം. മഴ പെയ്യാനുള്ള സോമയാഗം പോലെയുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മേഘങ്ങൾ പെട്ടെന്ന് മഴ പെയ്യിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്തുതികൾ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ മഴ പെയ്യിപ്പിക്കും. നമ്മളും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സഹായകരമായ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതുകൊണ്ട് അങ്ങനത്തെ നല്ല ശുഭദിനം എത്തിയിരിക്കുന്നു. ഗൗതമന്മാർ, അതായത് ഈ ഋഷികൾ സ്തുതികളോടുകൂടി പാനം ചെയ്യുന്നതിന് വേണ്ടി മേഘരൂപമായ കൂപം യജ്ഞകർത്താക്കളുടെ മുകൾ ഭാഗത്ത്, യജ്ഞത്തിൻ്റെ മുകൾ ഭാഗത്ത് ഉയർത്തിയിരിക്കുന്നു. മേഘങ്ങളെ ഉയർത്തിയിട്ടുണ്ട് യജ്ഞം ചെയ്യാൻ വേണ്ടി. ആർക്ക്? മരുത്തുക്കൾക്ക്. മേഘങ്ങളെ, ചാർജുള്ള മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്? ഗൗതമന്മാരെയുള്ള ഋഷികൾ ഈ തത്വം മനസ്സിലാക്കിയിട്ട് മേഘങ്ങളെ കൊണ്ട് മഴ പെയ്യിക്കാൻ സഹായകരമായ തരത്തിലുള്ള യജ്ഞങ്ങൾ നമ്മളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സോമയാഗം പോലെയുള്ളത്. അല്ലെങ്കിൽ ആധുനിക സയൻസിലാണെങ്കിൽ മുകളിൽ കുറേ കൊണ്ട് പൊടി വിതറും. അപ്പം മഴയെ പെട്ടെന്ന് പെയ്യാനുള്ള, കൃത്രിമമായി മഴ പെയ്യിക്കാനുള്ള വഴികൾ അവരും ചെയ്യുന്നുണ്ട്. ഗൗതമ മുനികൾ ആദ്യം അത് ചെയ്തിട്ടുണ്ട്. അതാണ് സോമയാഗം. അതുപോലെ കൃത്രിമമായി മഴ പെയ്യാനുള്ള യജ്ഞങ്ങൾ നമ്മളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 88 5 ഏതത്വന്ന യോജനമജേതി
സസ്വർഹ യന്മരുതോ ഗോമതോ വാ പശ്യൻ ഹിരണ്യചക്രാൻ യോ ദ്രംഷ്ട്രാൻ വിധാവതോ വരാഹൂൻ. ഗൗതമ മഹർഷി മരുത്തുക്കൾക്ക് വേണ്ടി പാടിയിരുന്ന സ്തോത്രത്തെ പണ്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് മരുത്തുക്കളോട് പറയുകയാണ്, മരുത്തുക്കളെ, നിങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഈ ശാസ്ത്രതത്വങ്ങൾ, ഈ സ്തുതികൾ, പ്രസിദ്ധമായ സ്തോത്രങ്ങൾ നമ്മൾക്ക് പണ്ടറിയില്ലായിരുന്നു. മുൻപ് കാലത്ത് ഇങ്ങനെ കൃത്രിമ മഴ പെയ്യിക്കേണ്ട തത്വങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. മരുത്തുക്കൾ വന്നിട്ട് കൂട്ടിയോജിപ്പിച്ചിട്ട് പെയ്ച്ചാലേ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് നമ്മുടേതായ നിലയിൽ ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടുള്ളവർക്ക് അത് അറിയില്ലായിരുന്നു. അതായിരുന്നു ഗൗതമ മഹർഷിമാർ നിങ്ങൾക്ക് വേണ്ടി പാടിയ സ്തുതികൾ. അതായത് ഗൗതമൻ മഹർഷി, ഈ സൂക്തം എഴുതിയ ഋഷി പറയുകയാണ്, നമ്മളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഈ സ്തുതി ആലപിച്ചിരുന്നു. സ്തുതി ആലപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയത് തന്നെ നമ്മൾ പിൽക്കാലത്താണ്. ഈ മരുത്തുക്കളെപ്പറ്റി സ്തുതിക്കുന്ന ഈ മന്ത്രങ്ങൾ, മരുത്തുക്കളെപ്പറ്റി ആരാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ആധുനിക സയൻസ് പോലുമല്ല, ഈ ഗൗതമ മഹർഷിയെല്ലാമാണ്. നമുക്ക് ഈ ജ്ഞാനം പകർന്നു തരുന്നത് ഈ ഗൗതമ മഹർഷിമാരെല്ലാം, വേദങ്ങളാണ്. അല്ലാതെ ആധുനിക സയൻസ് ഇന്നും കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങളെപ്പറ്റി മുമ്പ് നമുക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഗൗതമ മഹർഷിമാരത് മനസ്സിലാക്കിയിട്ടാണ് സ്തുതിക്കുന്നത്. സ്തുതിക്കുക മാത്രമല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ചില യജ്ഞങ്ങളും ചെയ്യുന്നുണ്ട്. സോമയാഗം പോലെയുള്ളത്. എന്തിനു വേണ്ടി? മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇനി എടുക്കാം. ഇനി ആറാമത്തേത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 88 6. യേശസ്യാവോ മരുതോനു ഭർത്തൃ പ്രതിസ്തോഭതി വാഘതോനവാണി അസ്തോഭയത് വൃഥാസാം അനുസ്വധാം ഗഭസ്ത്യോ. എൻ്റെ നാവ് ഋഷികളുടെ വാണികളെ അനുകരിച്ച് മരുത്തുക്കളെ സ്തുതിക്കുന്നു. ഇത് സ്വാഭാവികമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മരുത്തുക്കളോട് പറയുകയാണ്, എൻ്റെ നാവ്, അതായത് ഇന്ന് നമ്മളുടെ നാവ് ഋഷിമാരുടെ വാണികളെ അനുകരിച്ച്, പണ്ടുള്ള ഋഷികൾ വേദങ്ങളിൽ ഈ മരുത്തുക്കളെ പറ്റി സ്തുതിച്ച് പാടിയിട്ടുണ്ട്. ആ വാണികളെ നമ്മളും ഇന്ന് അനുകരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളെ സ്തുതിക്കുകയാണ്. അതായത് നമുക്കും ഇന്ന് മനസ്സിലായി ആകാശത്തിൽ ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഘടന എന്താണെന്ന്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 7 ലോകങ്ങൾ. ആ 7 ലോകങ്ങളിലും ഓരോന്നിലും 7 വെച്ച് അങ്ങനെ 49 മരുത്തുക്കൾ കൂടിയതാണ് പ്രപഞ്ചം. ആ മരുത്തുക്കളെല്ലാം അടങ്ങിയ തത്വത്തെ ഋഷികൾ പറഞ്ഞു തന്നു. നമ്മളും ഇന്ന് ആ മരുത്തുക്കളെ സ്തുതിക്കുകയാണ്. നമ്മൾ സ്തുതിക്കുന്നേ ഉള്ളൂ. വേദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയവർ സ്തുതിക്കുന്നു. പക്ഷേ ആധുനിക സയൻസ് എന്നും സ്തുതിക്കുവാൻ തുടങ്ങിയിട്ടില്ല. കാരണം അവർക്ക് ഈ പ്രപഞ്ചഘടന ഇനിയും മനസ്സിലായിട്ടില്ല. ഇത് സ്വാഭാവികമായി തന്നെ നടക്കുന്നതാണ്. അത് സ്വാഭാവികമായിട്ട് കാലക്രമത്തിൽ എല്ലാം ശാസ്ത്രം വളരുന്നതനുസരിച്ച് ലോകം പ്രപഞ്ചഘടന മനസ്സിലാക്കും. അപ്പോൾ അവരും ശാസ്ത്രജ്ഞന്മാരും സ്കൂളിൽ കുട്ടികളെ എല്ലാം പഠിപ്പിക്കും. പ്രപഞ്ചത്തിൻ്റെ ഘടന 7 ലോകമുണ്ട്, അതിങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഓരോന്നിലും 7 ഉണ്ട്. അതിന് നമ്മൾ മരുത്തുക്കൾ ഇന്ന് വേദത്തിൽ കാണുന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും പേരായിരിക്കും കൊടുക്കുക. സയൻസിൻ്റെ അടുത്ത് കണ്ടെത്തിയ ആൾക്കാരുടെ പേരെല്ലാം വെച്ചായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ വേദത്തിൽ അതിനെ പറഞ്ഞിരിക്കുന്നു. അതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് ജനം മനസ്സിലാക്കിക്കോളും.